ഒരു ഇന്റർനാഷണൽ വാർത്ത എന്നത് ഗാസയിൽ വീണ്ടും ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയെന്ന് പലസ്തീൻ ആരോപിക്കുന്നു. ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തുനിന്നവർക്ക് നേരെയാണ് വെടിവെപ്പുണ്ടായത്. അശ്വിനി വീണ്ടും ചേരുന്നുണ്ട്. അശ്വിനി, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ഗാസ പോര്, ഇസ്രായേൽ പോര് വാർത്തകളിൽ നിറയുമ്പോൾ ഇപ്പോൾ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നാണ് പലസ്തീൻ വ്യക്തമാക്കുന്നത്? പലസ്തീന്റെ വിശദീകരണം അനുസരിച്ചാണെങ്കിൽ അഭിലാഷ് ഒരു 112 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പലസ്തീൻ അവകാശപ്പെടുന്നത്. ഇതോടുകൂടി ഗാസയിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 33 എന്നും പലസ്തീൻ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇത് 30,000 മാത്രമാണെന്ന് മറ്റ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ സംബന്ധിച്ച്, അതായത് ഈ ആളുകൾ കൊല്ലപ്പെട്ടത് വെടിവെപ്പിലാണോ അതോ ആൾക്കൂട്ടത്തിന്റെ ഇടയിലുണ്ടായ ഉന്തിലും തള്ളിനും തുടർന്നുണ്ടായ ഇതിലാണോ മരിച്ചതെന്ന തരത്തിലുള്ള ഒരു തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പലസ്തീൻ ഇത് ഇസ്രായേലിന്റെ വെടിവെപ്പാണെന്ന് അവകാശപ്പെടുമ്പോൾ, എന്നാൽ ഇത് സഹായം, അതായത് ഇവർക്ക് ഭക്ഷണമടക്കമുള്ള, ഗാസയിൽ തങ്ങുന്നവർക്ക് ഭക്ഷണമടക്കമുള്ള സഹായവുമായി എത്തിയ ഈ വാഹനത്തിനടുത്തേക്ക് ആളുകൾ ഒരു നിയന്ത്രണമില്ലാതെ കടന്നു വന്നതിനെ തുടർന്നുണ്ടായ ഒരു ഉന്തിലും തള്ളിലുമാണ് ആൾക്കാർ കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ഇതിനെ പിന്തുണച്ചാണ് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളും രംഗത്ത് വന്നിട്ടുള്ളത്. അഭിലാഷ്, തീർച്ചയായും ആക്രമണമെന്ന് പലസ്തീനും, എന്നാൽ തിക്കിലും തിരക്കിലുമാണ് മരണമെന്ന് ഇസ്രായേലും പറയുന്നു.